നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കുറച്ച് പേര് ചെയ്ത് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനായിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം എന്ന് പറയുന്ന ജീരകം. ആദ്യം ഈ കുരുമുളകും ജീരകം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ 1 നുള്ള് ഉലുവ ചേർക്കാം. ഉലുവ അധികമായി പോകണ്ട, അല്പം മതിയാവും. ഉലുവയുടെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ട് ഒരു 4 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളി, അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി തക്കാളി ഒന്ന് വാടി കിട്ടാനായിട്ട് ഒരല്പം പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരല്പം നേരം, ഒരു 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യും. ഇപ്പൊ തക്കാളി ഇവിടെ ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് പൊടിയായിട്ടുള്ള കായം 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ഇനി ആ കുതിർത്തെടുത്ത പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ഒരു 2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ മൂടി വെക്കാം. അപ്പൊ പെട്ടെന്ന് തിളച്ച് വന്നോളും. ഇതിപ്പോ ഇവിടെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ രസം അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ എത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.